എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വരുന്നത് നമ്മുടെ പ്രണയം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മളൊരു ആളുടെ പ്രണയം റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് എങ്ങനെ മറികടക്കാം എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒന്നും നമ്മൾ പേഴ്സണലായി എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചിലരുണ്ടാവും റിലേഷൻ തകർന്നു പോയാൽ വിചാരിക്കും ഞാൻ സ്മാർട്ട് അല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ പേഴ്സണാലിറ്റി ഒട്ടും നല്ലതല്ലാത്തതുകൊണ്ടാണ് അവരെന്നെ റിജക്റ്റ് ചെയ്തത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ഒരിക്കലും അങ്ങനെയല്ല. ഓരോരുത്തർക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടാവും. അവരുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും തമ്മിൽ മാച്ചായി വരാത്തതുകൊണ്ടാണ് അവരത് റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ഒരു കുറവ് കൊണ്ടല്ല. നിങ്ങൾക്കിപ്പോൾ അവർ റിജക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫ് ഉണ്ടാവും, അതേപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കഴിവില്ലാത്ത ഒരാളാണ്, നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് അവരും നിങ്ങളെ റിജക്റ്റ് ചെയ്തത് എന്നീ ഒരു മൈൻഡ് നിങ്ങൾ ആദ്യം മാറ്റിയെടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു തരത്തിലുള്ള റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ് വരുന്നത്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്വയം റിലാക്സ് ചെയ്യാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കും നിങ്ങൾക്ക് വിഷമമുണ്ടോ? എനിക്കൊരു വിഷമമില്ല, ഞാൻ 100% ഓക്കെ ആണ് എന്ന് പറയാതെ നിങ്ങൾക്ക് വിഷമമുണ്ടെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയിൽ ആ വിഷമം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ കരഞ്ഞാൽ ചിലവർക്ക് വിഷമം തീരുന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കരഞ്ഞു തീർക്കുക. മെല്ലായിട്ട് അതൊന്ന് റിലാക്സ് ചെയ്ത് മനസ്സിനൊന്ന് ശാന്തമായിട്ട് വെക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ഒരു പകുതി പ്രശ്നം തീരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലോട്ടൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ പലപ്പോഴും ഈ റിജക്ഷൻ്റെ പാറ്റേൺ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ എപ്പോഴും അവർക്കൊരു സമയം കൊടുക്കാതെയാണ് നിങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടായിക്കോളണം എന്നില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, നിങ്ങളൊരു പാർട്ട്ണറെ കാണുമ്പോൾ തന്നെ അവർക്ക് ഒരു ടൈം കൊടുക്കാതെ നിങ്ങളെ കൂടുതൽ അടുത്തറിയാനും നിങ്ങളുടെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാനും അതിനുള്ള ടൈം പോലും കൊടുക്കാതെ നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്താൽ എന്തായിരിക്കും അവരുടെ ഉത്തരം? ഉറപ്പായിട്ടും എനിക്ക് അങ്ങനെ ഇപ്പോൾ തോന്നുന്നില്ല, ഞാൻ നിങ്ങളൊരു ഫ്രണ്ടായിട്ടാണ് കണ്ടത് എന്നുള്ള രീതിയിലായിരിക്കും അവരുടെ ഒരു റെസ്പോൺസ് വരിക. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു മിസ്റ്റേക്കാണ്. നിങ്ങളൊരു ഗേളിനെ കണ്ടു, ആ ഒരു ഗേളിനോട് നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് കുറച്ച് തിങ്ക് ചെയ്യാനുള്ള സമയം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും ഒന്നും കൂടി ഒന്ന് തിങ്ക് ചെയ്തു നിങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു സമയം ലഭിക്കും. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ റിസൾട്ട് ഒരു പോസിറ്റീവ് വഴിയാവാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. നാലാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മുടെ പ്രണയം ഒരിക്കലും നമുക്കത് റിജക്റ്റ് ചെയ്യാൻ ഒരു ഈസി അല്ല. ഒരിക്കലും അതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. എന്ന് വെച്ച് നോ പറയാനും ഈസി അല്ല. അതാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് വരുന്നത്. കാരണം ഒരു വ്യക്തി നമ്മുടെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലുക്ക്, അതേപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടിട്ടായിരിക്കും ആ ഒരു വ്യക്തിക്ക് നമ്മളോടുള്ള ഒരു അട്രാക്ഷൻ കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മുടെ അട്രാക്ഷനായിട്ട് നമ്മളെ പ്രപ്പോസ് ചെയ്ത് നമ്മൾ അതിനൊരു നോ പറയുമ്പോൾ അവരെന്തൊക്കെയോ കണ്ടിട്ട് ഞാനൊരു നല്ല വ്യക്തി ആയതുകൊണ്ടല്ലേ എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞത് എന്ന് അവരുടെ ഈ റിജക്റ്റ് ചെയ്ത ആളുടെ ഒരു മനസ്സിലുണ്ടാവും. അപ്പോൾ അവർക്കും ഇത് നല്ല രീതിയിലുള്ളൊരു കുറ്റബോധം തോന്നിട്ട്. അപ്പോൾ രണ്ടുപേർക്കും, ഇപ്പോൾ റിജക്ഷൻ ഏറ്റുവാങ്ങിയ ആൾക്കും റിജക്റ്റ് ചെയ്ത ആൾക്കും ഏകദേശം ഓരോ മാനസികാവസ്ഥയാണ് ഉണ്ടാവുന്നത്. രണ്ടുപേർക്കും ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടാവുന്നത്. ഇത് ഒട്ടും എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അത് റിജക്ഷൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും റിജക്ഷൻ കിട്ടിയ ആൾക്കാണെങ്കിലും ഇത് എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കുക. അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്, റിജക്ഷൻ ചെയ്തൊരു വ്യക്തി നിങ്ങളോട് പറയും എനിക്കിപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല, ഒരു ഫ്രണ്ടായിട്ട് കാണാനാണ് താല്പര്യം എന്ന് പറയുകയാണെങ്കിൽ തന്നെ അവർ വേറൊരു കാര്യം കൂടി പറയാൻ ചാൻസ് ഉണ്ട്, നമുക്കിപ്പോൾ ഫ്രണ്ട്സായിട്ട് തുടരാമെന്ന്. അപ്പോൾ നിങ്ങളത് ഒരിക്കലും ആ ഒരു ഇത് അംഗീകരിക്കരുത്. കാരണം എന്ത് വെച്ചാൽ നിങ്ങൾക്ക് തോന്നും ഫ്രണ്ട്സായിട്ട് പിരിക്കുകയാണെങ്കിൽ തന്നെ ഇത് കുറേ കാലം കഴിയുമ്പോൾ ഒരു റിലേഷൻ ആ ഒരു ലെവലിലോട്ട് പോവാലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ നിങ്ങളത് ചെയ്യരുത്. അങ്ങനെയല്ല, നിങ്ങൾ അവരോട് ഇത്തിരി സ്പേസ് ഇടുക. നിങ്ങളുടെ ഇടയിൽ കുറച്ച് ബൗണ്ടറീസ് ഒക്കെ ഇട്ട് വെക്കുക. നിങ്ങളിങ്ങനെ ഡിസ്റ്റൻസ് ആയി നിൽക്കുമ്പോൾ അവർക്ക് തോന്നും ഇത്രയും കാലം നല്ല അടുപ്പമൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് തന്നെ എന്നോടൊരു ഡിസ്റ്റൻസ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലും ഒരു കാര്യം ഇങ്ങനെ വരുന്നു എന്നുള്ളതാണ്, എന്താണ് പെട്ടെന്ന് പറ്റിയത്. അങ്ങനെയായിട്ട് അവർ നിങ്ങളെ മിസ് ചെയ്യാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. ഇത് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഈ റിജക്റ്റ് ചെയ്ത ആൾക്ക് നിങ്ങളോടൊരു ഇഷ്ടം വരാനും കുറച്ച് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് ഓവറായിട്ട് ഒന്നിനും പോകാതെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് അവർക്ക് തിങ്ക് ചെയ്യാനും അതിനൊക്കെ കുറച്ച് സമയം കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരാനുള്ളൊരു ചാൻസും കാണുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ഈ റിജക്ഷൻ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇനി കുറച്ച് വിരഹഗാനം അങ്ങനത്തെ സാഡ്നെസ് ആയിട്ടുള്ള സോങ് ഒക്കെ കണ്ടിരുന്നാൽ നമുക്കതൊരിക്കലും ഒരു ഹാപ്പിനെസ് തരില്ല. നമ്മൾ കൂടുതൽ ഈ റൊമാൻറ്റിക് കാര്യങ്ങളൊന്നും കാണാതെ കുറച്ച് കോമഡി ആയിട്ടുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ കാണാം. അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് നമ്മുടേതായ ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിലോട്ട് നീങ്ങാം. അല്ലാതെ നമ്മുടെ പാഷൻ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണോ ഇഷ്ടം അത് കൂടുതൽ ചെയ്യുക, അതിലോട്ട് കൂടുതൽ
ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഈ റൊമാൻറ്റിക് കാര്യങ്ങൾ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെയും ആ ഒരു അന്ന് നടന്നൊരു ഇൻസിഡൻറ്റ് കൂടുതൽ ഓർമ്മ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങളെ ഇപ്പോഴത്തെ ഹാപ്പി ആയിട്ടുള്ള ലൈഫിനെ ബാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൂടുതൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമുക്ക് പൊതുവായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ബിസി ആയിട്ടിരിക്കുക. നിങ്ങൾ 24 hours ബിസി ആയിട്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങൾ ഈ കൂടുതൽ ചിന്തിക്കാനുള്ള സമയമൊന്നും അപ്പം ഉണ്ടാവില്ല, നമ്മൾ ഈ ഫുൾ ബിസി ആയിരിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സംഭവം മറക്കും. ആ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ റിക്കവറായി വരും. 7ാമത്തെ പോയിന്റും ഏറ്റവും ലാസ്റ്റ് പോയിന്റിലോട്ട് നമുക്ക് കിടക്കാം. എന്ന് വെച്ചാൽ ഒരു പ്രണയം പറയുമ്പോൾ അത് റിജക്റ്റ് ചെയ്യൽ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നല്ല വിഷമം നമുക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈ റിജക്റ്റ് ചെയ്ത വ്യക്തി നിങ്ങളുടെ ഒരു കരിയർ കണ്ട് അസൂയപ്പെടുന്ന വിധം നിങ്ങൾ നിങ്ങളുടെ കരിയറിലോട്ട് വളരുക എന്നുള്ളതാണ്. കാരണം അത് നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ട മേഖല വേണേലും തിരഞ്ഞെടുക്കാം. ഇപ്പോൾ പലർക്കും പല കാര്യങ്ങളും ഡിഫറെൻ്റ് ആണല്ലോ. പക്ഷെ നിങ്ങൾ തിരഞ്ഞെടുത്ത മേഖലയിൽ നിങ്ങൾ നന്നായിട്ട് വളരുക എന്നാണ്. നമ്മൾ കുറേ എക്സാമ്പിൾസ് കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ ആദ്യം റിജക്റ്റ് ചെയ്തു, പിന്നെ അവർ നല്ല ഒരു പൊസിഷനിൽ എത്തിയതിന് ശേഷം ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഒരു റിഗ്രറ്റ് തോന്നും. അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം നിങ്ങളും ആ ഒരു ലെവലിലോട്ട് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ സാലറി വാങ്ങുന്നു, ലൈഫിൽ നല്ല സക്സസ്ഫുൾ ആവുന്നു, നല്ലൊരു പൊസിഷനിൽ എത്തുന്നു, ഇങ്ങനത്തെ ഒക്കെ ഒരു ലെവലിലാണ് നിങ്ങൾ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് റിജക്റ്റ് ചെയ്തൊരു വ്യക്തി അവരുടെ മനസ്സിലായിരിക്കും ഇപ്പോൾ കൂടുതൽ വിഷമം ഉണ്ടാവുക. അവർ വിചാരിക്കും ഞാനന്നൊരു തെറ്റാണ് ചെയ്തത്, ഒരിക്കലും അത് റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ നല്ലൊരു ലൈഫ് കിട്ടിയേനെ, ആ ആളെ മാരേജ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ഇപ്പോൾ നല്ല ഭാഗ്യവതി ആയിരിക്കും എന്നൊക്കെ ഈ റിജക്റ്റ് ചെയ്ത ഒരു വ്യക്തി നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ആ ഒരു ലെവലിലോട്ട് വളരുക എന്നുള്ളതാണ് ഏറ്റവും ലാസ്റ്റും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഈ കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഉപകാരമാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.